ഇന്ത്യൻ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയാണ് മിസ്റ്റർ നാരായണൻ, ടച്ചിലേക്ക് നാരായണനായിട്ട്. അപ്പോൾ ഇതിനെ പറ്റിയൊന്ന് പറഞ്ഞുതരാം സാർ. ഇൻഡോർ ക്രിക്കറ്റ് നമ്മൾ തുടങ്ങിയത് 2003 അപ്പോൾ ഈ ഡിസബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ് തുടങ്ങിയത് 2015. കാരണം അത് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യയിൽ അഫിലിയേറ്റ് ചെയ്താണ്. അതുകൊണ്ട് കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇതിൽ കളിച്ച 4 സോണിലാണ് കളി നടക്കുന്നത്. അപ്പോൾ വിശാൽ തന്നെ നമ്മളുടെ ഒരു ക്യാപ്റ്റനാണ്. അതുകൊണ്ട് നമുക്ക് ഈ കളി എല്ലാവരും പ്രയോജനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കളി എന്നാണ് വരുന്നത്? 13, 14, 15 തീയതികളിലാണ് കളിയിൽ. 13-ാം തീയതി ടീം റിപ്പോർട്ട് ചെയ്യും. 16-ാം തീയതി രാവിലെ അവരെ പോവും. ഓക്കെ, എല്ലാം സെറ്റാണ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങളുടെ ജനങ്ങളുടെ നമ്മളിപ്പോൾ ഫുൾ പ്രാക്ടീസാണ് ഇവിടെ. കേരള സ്റ്റേറ്റ് സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റേറ്റിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടാണ് ഇൻഡോർ ക്രിക്കറ്റിൻ്റെ. ഇതാണ് പ്രാക്ടീസിങ്. ഇതിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. ഈ കാണുന്ന ഇൻഡോർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ബ്ലൂ പ്രിന്റ് ചെയ്താൽ ഇതിൽ 9 ഫീൽഡേഴ്സും ഒരു ബോളറാണ് വരുന്നത്. ഇതിൽ അറ്റ് എ ടൈം റെഡ് ഡോട്ട് ഉണ്ട്. 2 ബാറ്റ്സ്മാൻ ഒരുമിച്ച് നിന്നാൽ ഔട്ടാണ്. ആൻഡ് ബാറ്റർ നിൽക്കല് ഇതിന്റെ മിഡിൽ ലൈനിലാണ് മറ്റേ നോൺ സ്ട്രൈക്കർ നിൽക്കൽ. അവിടുന്ന് ഓർഡറാണ് നോൺ സ്ട്രൈക്കർ. പിന്നെ നോൺ സ്ട്രൈക്കർ ഇതിൽ ഔട്ടില്ല, ബാറ്റ്സ്മാൻ അവിടെ മാത്രമേ ഔട്ടുള്ളൂ. ആൻഡ് ഇത് റണ്ണ് പറഞ്ഞാൽ ഇത് നേരെ ഗാലറിക്ക് അടിച്ച നേരെ 6 ആയിട്ട് ഗാലറിക്ക് അടിച്ചാൽ അത് 8 റണ്ണാണ്. ആൻഡ് സൈഡിലേക്ക് അടിച്ചാൽ അത് ഔട്ടാണ്. പിന്നെ പരന്ന് സൈഡിലേക്ക് അടിച്ചാൽ അത് 4ഉമാണ്. അപ്പൊ ബാക്കി കളി നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിന്റെ റൂള്. ഇൻഡോർ എന്ന് വെച്ചാൽ ഇവർ ഇൻഡോറിന്റെ ഇത് ഔട്ട്ഡോർ തന്നെ കളിക്കല്. ഇതിന്റെ കുറച്ച് റൂൾസ് ആണ് വ്യത്യാസമുള്ളൂ ഇൻഡോർ ക്രിക്കറ്റിന്റെ വ്യത്യാസം. എത്രയും ഫീൽഡേഴ്സ് ഉണ്ടാവും കളിക്കാൻ. 10 ആൾക്കാരുണ്ടാവും കളിക്കാൻ. 10 ആൾക്കാർ ബാറ്റ് ചെയ്യും, പിന്നെ 10 ആൾക്കാർ ബോളും ചെയ്യും. അതൊക്കെ അങ്ങനെയാണ്. ഇത് പൊന്തിച്ച് ലെഫ്റ്റും റൈറ്റും അടിച്ചാൽ ഔട്ടാണ്. പൊന്തിച്ച് നേരെ അടിച്ചാൽ 8 റണ്ണ്. പിന്നെ ഒരാൾക്ക് മറ്റേ നോൺ സ്ട്രൈക്കറിൻ്റെ അവിടെ റണ്ണൗട്ട് ഇല്ല, സ്ട്രൈക്കറിൻ്റെ അവിടെ മാത്രം റണ്ണൗട്ട്. അത് സർക്കിൾ ഉണ്ടോ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ 2 ആൾ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. അങ്ങനെ 2 ആൾ ഒരുമിച്ച് ഔട്ടാണ്. അപ്പം ഈ സ്ട്രൈക്കറിന് ഇവിടെ മാത്രം റണ്ണൗട്ടില്ലത്, അവിടെ റണ്ണൗട്ടില്ല. അപ്പോൾ നോൺ സ്ട്രൈക്കർക്ക് അവിടുന്ന് ബോൾ അറിയുമ്പോൾ തന്നെ ഇറങ്ങാം. അങ്ങനെയാണ് ഇതിൻ്റെ റൂള്. അങ്ങനെ ഫസ്റ്റ് ഇറങ്ങിയിട്ട് അത്രയും റണ്ണെടുത്ത് ജയിക്കാം. ഇതിൽ റണ്ണ് ഔട്ടായാലും ഔട്ടായി പോവില്ല റണ്ണിൽ. ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഗെയിമിനായിട്ട് പ്ലെയർ അല്ലേ, ഇപ്പൊ കളിച്ചില്ലേ, എന്തായി കളി കണ്ട് ഇതിനെ പറ്റിയും പറയോ? എങ്ങനെ ഇത് പിന്നെ കളിക്കുന്ന രീതി മറ്റേ നിയമങ്ങൾക്ക് അതിന് വ്യത്യാസമായിട്ടുള്ളതാണ് ഭിന്നശേഷിക്കാരെ നിയമങ്ങൾ. ഇത് നമ്മള് ക്രീസിലാണ് ഔട്ട് വരിക. രണ്ടാൾ ഒരുമിച്ച് കരുത് ഇല്ല, 2 ആൾ ഒരുമിച്ച് അതിൻ്റെ അകത്ത് നിൽക്കരുത്. 2 ആൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ഔട്ടാണ്. പിന്നെ അതേപോലെ പിന്നെ പൊന്തിച്ചടിച്ചു കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ഔട്ടാണ്. നേരെ അടിച്ച 8 റണ്ണ്, നേരെ അടിച്ചു കഴിഞ്ഞാൽ 8 റണ്ണ് കിട്ടും. 6 + 2 2 ഓടിയാലും നോൺ സ്ട്രൈക്കിനോട് ഔട്ടും ഇല്ല. അതിൽ ഔട്ടില്ല, നോൺ സ്ട്രൈക്കിനോട് ഔട്ടും ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം അടിയാണ്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞല്ലേ? കുഴപ്പമില്ല, ഒക്കെ എടാ ഉണ്ണി ഇപ്പൊ കളിച്ചാൽ മറ്റേ എത്ര റണ്ണ് എടുത്തു ഉണ്ണി? എത്ര റണ്ണ് എടുത്തു? മറ്റേ ക്രിക്കറ്റിൽ എല്ലാരും കേറുമല്ലോ. കേറൂല. -3 ആണ്. -point -3 പോയിന്റ് ഔട്ടായാല്. ഇതിന്റെ പ്രശ്നം കാരണം ഔട്ട് ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കും. മൈനസ് കിട്ടി തോൽക്കും. അതുപോലെ ഇത് എത്ര പോയിന്റ് ലാസ്റ്റേ പറയുള്ളൂ, ഇങ്ങനെ കാണിക്കൂല ലൈവായിട്ട്. ഒക്കെ പ്രശ്നമാണ്. വിശാൽ എന്താ പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. അപ്പം എത്ര റണ്ണ് എടുത്ത്? കാണിക്കൂല, സീനാണ്. ബുദ്ധി വെച്ച് കളിക്കേണ്ട കളിയാണ്. പിന്നെ ഫുൾ കാൽക്കുലേഷൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണല്ലോ റൺസൊക്കെ. കരീം ഖാൻ, ഇത് നാഷണൽ പ്ലെയർ ആണ് മിസ്റ്റർ കരീം ഖാൻ. അപ്പം ഇതിനെ പറ്റി പറഞ്ഞത് ഇത് പ്ലേയേഴ്സ് പറയുന്നുണ്ടോ? ഡിസേബിൾഡ് ആൾക്കാർ മാത്രമാണോ? ഡിസേബിൾഡ് പ്ലേയേഴ്സ് മാത്രമാണോ? അല്ല, ഇത് പൊതുവെ ഇൻഡോർ ക്രിക്കറ്റ് കളിക്കാൻ ഡിസേബിൾഡ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നവരടക്കത്തിലുണ്ട്. കുറണ്ടില്ലേ? ഓക്കെ. സാധാരണ കേരള ടീമൊക്കെ കളിക്കുന്ന ഒരുപാട് കിട്ടുന്നത് പിന്നെ ഇൻഡോർ ക്രിക്കറ്റ് മാത്രമല്ല, എല്ലാ ക്രിക്കറ്റും കളിക്കുന്നവരാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ജയിക്കും. സോ ഇനി നമുക്ക് ഇതിന് മാച്ച് കാണാം. 13-ാം തീയതി മാച്ച്. സോ എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.